സംസ്ഥാനത്തെ കനത്ത ചൂടിന് പിന്നാലെ AC യാത്രയ്ക്കും ഡിമാൻഡ് കൂടുകയാണ്. KSRTC ബസ്സുകളിലും AC ടിക്കറ്റ് വേഗത്തിൽ വിറ്റുതീരുന്നു. ആവശ്യം പരിഗണിച്ച് അധിക AC സർവീസുകൾ നടത്തുകയാണ് KSRTC. തിരുവനന്തപുരം, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് റൂട്ടുകളിലേക്കാണ് അധിക സർവീസ്. ഇന്റർസിറ്റി ട്രെയിനുകളിലും കൂടുതൽ AC ചെയർകാർ കോച്ചുകൾ വേണമെന്നാണ് ആവശ്യം. ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ യാത്രാ സൗകര്യം ഉയർത്തണമെന്നും ആവശ്യം. യാത്രക്കാരുടെ വിവിധ സംഘടനകൾ റെയിൽവേക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, വിഷുക്കാലമൊക്കെ ആവുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ട്രെയിനിനെയും KSRTC ബസ്സിനെയൊക്കെയുമാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അപ്പോൾ ട്രെയിനിൽ ഈ AC കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ളത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകുമോ? KSRTC ഒക്കെ ഇപ്പോൾ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ടല്ലേ. ഈ ചൂട് അത് ഈ ഗതാഗതത്തെ എങ്ങനെ ബാധിക്കുന്നു, അരുൺ സോളമൻ? റോഷ്നി, നിലവിൽ സംസ്ഥാനത്ത് ചൂട് കനത്തതോടുകൂടി തന്നെ AC യാത്രകൾക്ക് ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. ആ തലത്തിൽ KSRTC എന്തായാലും ഒരു നിർണായകമായിട്ടുള്ള നീക്കം എന്തായാലും യാത്രക്കാർക്ക് അനുകൂലമായി എടുത്തിരിക്കുകയാണ്. എന്തായാലും സർവീസുകൾ അധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണെങ്കിൽ പോലും നിലവിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഈ റൂട്ടുകളിൽ ഏറ്റവും അധികം ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം മാത്രം നോക്കുകയാണെങ്കിൽ 12 AC ലോ ഫ്ലോർ ബസ്സുകളാണ് ഉള്ളത്. അത് തന്നെ മൊത്തത്തിൽ 21 AC ബസ്സുകൾ നിലവിലുണ്ട്. ഇതിന് പുറമേ തന്നെ മറ്റ് ബിസിനസ് ക്ലാസ് ബസ്സുകൾ കൂടി ഉടൻ തന്നെ ഇറക്കാനായിട്ടുള്ള നീക്കമാണ് നിലവിൽ KSRTCയിലെ ആലോചനയിലുള്ളത്. ഇപ്പോൾ AC ബസ്സുകൾ ടിക്കറ്റ് ഓൺലൈൻ ഇപ്പോൾ തന്നെ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഉടൻ വിറ്റുതീരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളതെന്നുള്ളതാണ് KSRTCയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ട്രെയിൻ യാത്ര തന്നെ. നമുക്ക് റോഷ്നി, സാധാരണ രീതിയിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. പ്രത്യേകിച്ചും സ്ലീപ്പർ കോച്ചിലൊക്കെ നിന്ന് യാത്ര ചെയ്യുന്നവർ പുറത്തിറങ്ങുമ്പോൾ വേർത്തൊലിച്ചൊക്കെ ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇന്റർസിറ്റി ട്രെയിനുകളാണ്. ഇതിൽ തന്നെ 1ഉം 2ഉം AC ചെയർകാർ കോച്ചുകൾ മാത്രമുള്ള ചില ട്രെയിനുകളുണ്ട്. പ്രത്യേകിച്ചും 18 കോച്ചുകളുള്ള ഈ തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി, അതിലിപ്പോൾ 2 AC ചെയർകാർ വേണമെന്നാണ് നിലവിൽ യാത്രക്കാർ ഇപ്പോൾ റെയിൽവേക്ക് നൽകിയിരിക്കുന്ന നിവേദനം. അതിന് പുറമെ തന്നെ ഈ ജനറൽ കോച്ചുകൾ അതുപോലെ നിലനിർത്തണം, അല്ലെങ്കിൽ 2 കോച്ചുകൾ വീണ്ടും വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ യാത്രക്കാർ ഈ നിവേദനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ പാലക്കാട് നിന്ന് പുറപ്പെടുന്ന തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ്, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ നിവേദനം നൽകി. പിന്നീട് ഇത് അനുവദിച്ചുകൊണ്ട് തന്നെ AC കോച്ച് അനുവദിച്ചു. പിന്നീട് ഇലക്ട്രിക്കൽ വിഭാഗം ഇടപെട്ടുകൊണ്ട് അത് റദ്ദാക്കുകയാണ് ചെയ്തത്. കാരണം മറ്റ് സമാനമായിട്ടുള്ള അതേ റൂട്ടിലുള്ള ട്രെയിനുകൾക്കൊന്നും തന്നെ ഈ ഒരു സംവിധാനമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോച്ചുകൾ അധികമായി വർദ്ധിപ്പിക്കേണ്ടതെന്നുള്ളൊരു മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വാദം. പക്ഷേ എന്തായാലും യാത്രക്കാരുടെ വിവിധ സംഘടനകളാണ് നിലവിൽ ഇപ്പോൾ നിവേദനം റെയിൽവേക്ക് നൽകിയിരിക്കുന്നത്. അതിന് പുറമേ തന്നെ ഇപ്പോൾ എറണാകുളത്ത് നിന്നും ഈ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന വന്ദേ ഭാരത് 8 കോച്ചുകൾ മാത്രമാണുള്ളത്. 20 കോച്ചുകളായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം കൂടി യാത്രക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും റെയിൽവേ യാത്ര വളരെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ AC കോച്ചുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. 1ഉം 2ഉം കോച്ചുകൾ മാത്രമാണ് പല ട്രെയിനുകൾക്കും ഉള്ളത്. പ്രത്യേകിച്ചും ഇന്റർസിറ്റി ട്രെയിനുകളിൽ അത് 1 കോച്ച് മാത്രമാണുള്ളതെന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. എന്തായാലും KSRTC വലിയൊരു ചുവടുവയ്പ് വച്ചിരിക്കുകയാണ്. കാരണം ഈ അധിക സർവീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ലാഭം ഒരു തരത്തിൽ കൊയ്യാനുള്ള ഒരു നീക്കം കൂടി എന്തായാലും KSRTC സംബന്ധിച്ച് ഉണ്ട്. യാത്രക്കാർക്ക് വളരെ ആശ്വാസകരമായിട്ട് യാത്ര ചെയ്യാം. കാരണം ട്രെയിനിൽ ഈ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഇപ്പോൾ KSRTC യാത്രയെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് കനത്ത ചൂട് സംസ്ഥാനത്തുണ്ടായപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. റോഷ്നി, ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും യാത്രക്കാരുടെ ആവശ്യം അത് റെയിൽവേ അടക്കം പരിഗണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.